നല്ല വിചാരങ്ങളൊക്കെ സദാചാര വിരുദ്ധമാണ് പറയും സമൂഹം അല്ലേ, ഒന്നും പറ്റില്ല. എന്താ പിന്നെ സദാചാരത്തിന് പറ്റുക? രാവിലെ എണീച്ചിട്ട് ഇറച്ചി മുറിക്കുക, കൂട്ടാനുണ്ടാക്കുക അല്ലേ, മൃഗീയമായി കോഴീനെ കൊല്ലുക, അതൊക്കെ സദാചാരം പൊറുക്കും. എനിക്കൊക്കെ മാല ഇടുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ മാലകളാണ്, ഞാൻ എഴുതി ഉണ്ടാക്കി എൻ്റെ. അപ്പം അതിലൊരു ശക്തി ഉണ്ട് അല്ലേ. ചിലർ പറയാം എന്തിനാ നിങ്ങൾ വളയൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ട് അല്ലേ. എത്ര കാലം ജോലിയെടുത്ത് രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ത്രീയാണ്. ഒരു ബീരുവിനെ പിടിച്ച് കല്യാണം കഴിക്കണേന്നല്ല പെണ്ണിനെ കൊണ്ട് കളയാണ്. ഒരു ബീരുവിൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുക. അങ്ങനെ ഒരു മനുഷ്യനെ തൊടേണ്ടി വരിക പറഞ്ഞാൽ ഒരു പെണ്ണിന് ഭയങ്കര മോശം സ്ഥിതി. അത് ഒരു ബീരുവിൻ്റെ ഭാര്യയായിട്ടിരിക്കുക, ഒരു കള്ളൻ്റെ ഭാര്യ, ഡിസോണസ്റ്റായിട്ട്, അതൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് നരകം എന്ന് പറഞ്ഞാൽ. അതാ എൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല, എന്നും എന്ത് നിലനിൽക്കില്ലല്ലോ. ഒരു വേഗം വാടിപ്പോണ ഒരു ചെടിയാണ് ചിലർക്ക് പ്രേമം. മരിക്കാതെ എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഒന്നും നമ്മുടെ കയ്യിൽ അവശേഷിക്കില്ല. എല്ലാം മാറും, എല്ലാം നഷ്ടപ്പെടും. ബാല്യകാല സഖി, അതാണ് എനിക്ക് നല്ല ഓർമ്മയായിട്ട് നിൽക്കുന്നത്. സുഹ്റയുടെയും മജീദിൻ്റെയും പ്രേമം, അതും എനിക്ക് പ്രേമസങ്കല്പത്തിന് ഒരു ശക്തി തന്നു. ആ കഥ എന്താണ് പ്രേമെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് എനിക്കിഷ്ടമുള്ള സീൻ എന്താ, കാലുമ്മലും ഒരു കുരു വരണം, അത് പഴുത്ത അത് ചുംബിച്ചു പെൺകുട്ടി, അപ്പോൾ അത് പൊട്ടി. ഞാനതൊന്നും മറക്കില്ല എന്ന്.